Hi everyone, welcome back to Kavitha Sugar and Spice. ഇന്ന് നമ്മൾ ഒരു ചായക്കട സ്പെഷ്യൽ, ഒരു ടീ സ്റ്റോൾ സ്പെഷ്യൽ പാൽ കേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. പാൽ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് അതിനുള്ള ഒരു പഞ്ചസാര പാനി ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കാം. എന്നിട്ട് അതിലേക്ക് 1 ഏലക്കായയും കൂടി ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. തിളച്ചതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ ഇതിന് ചൂട് വേണം. അഥവാ നമ്മൾ ബാക്കി പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ചൂട് തണിഞ്ഞെങ്കിൽ ആദ്യം പാനി ഒന്ന് ചൂടാക്കണം. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ചിട്ട് നമുക്കൊരു 2-3 മിനിറ്റിന് ശേഷം ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി വലിയൊരു ബോൾ എടുത്തിട്ട് അതിലേക്ക് 1 മുട്ടയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ഈ പഞ്ചസാര എനിക്കിവിടെ കിട്ടുന്നത് ഓൾറെഡി പൊടിഞ്ഞ പോലെയുള്ള പഞ്ചസാരയാണ്. അപ്പം അത് മിക്സ് ചെയ്ത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പം ഇങ്ങനെ ഒരു വിസ്ക് വെച്ചിട്ട് കുറച്ച് നേരം ഇളക്കുമ്പോഴേക്കും അത് നന്നായിട്ട് മിക്സ് ആയിക്കോളും. അപ്പം നിങ്ങളുടെ കയ്യിൽ പൊടിച്ചതല്ല കട്ടിയുള്ള പഞ്ചസാരയാണെങ്കിൽ ചിലപ്പോൾ ഇളക്കാൻ സമയമെടുക്കും. വേണമെങ്കിൽ മിക്സിയിൽ ഒന്ന് അടിച്ചതിന് ശേഷം ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്തിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പും 1 പിഞ്ച് ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിയും ചേർക്കുക. അളവായിട്ട് പറയുകയാണെങ്കിൽ 1 പിഞ്ച് എന്ന് പറയുമ്പോൾ 1/8 ടീസ്പൂൺ ആണ്, അതായത് 1/4 ടീസ്പൂണിൻ്റെ പകുതി. അത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി അതും കൂടി ചേർത്ത് ഞാനിവിടെ ഒരു 1/4 കപ്പ് വാം മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇളം ചൂടുള്ള പാലാണ്. 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. നോക്കിയിട്ടേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇപ്പം ഞാൻ ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണിനുള്ളൊരു കണക്കിലാണ് ഇപ്പം ചേർത്തിട്ടുള്ളത്. അതിന് ശേഷം നമുക്ക് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ആട്ട ചേർക്കാം. ആട്ടയ്ക്ക് പകരം മൈദ വേണമെങ്കിൽ മൈദയും ചേർക്കാം. 1 കപ്പാണ് ചേർക്കുന്നത്. കുറച്ചായി ചേർത്ത് ഈ വിസ്ക് കൊണ്ടൊന്ന് അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് നല്ലൊരു സ്മൂത്ത് ഡോ ആയിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാല് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചിലപ്പോൾ ആകെ ലൂസായി പോകും. അപ്പോൾ ഒരു ചപ്പാത്തിയുടെ പരുവത്തിലാണ് ഇത് വേണ്ടത്. അപ്പോൾ അത് ലൂസായി കഴിഞ്ഞാൽ പിന്നെ ആദ്യം പൊടി ഇടേണ്ടി വരും. അപ്പോൾ നമ്മുടെ ബാക്കി എല്ലാ മെഷർമെൻറ്റ്സും തെറ്റും. അതുകൊണ്ടാണ് ആദ്യം തന്നെ പാല് ഒഴിക്കാതിരുന്നത്. അപ്പോൾ അതവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. ഇങ്ങനെ കൈകൊണ്ട് കുഴയ്ക്കുമ്പോഴാണ് നമുക്കത് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ നല്ല സ്മൂത്തായിട്ട് കുഴച്ച് റെഡി ആയിട്ടുണ്ട്. ഈ മാവ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും വെക്കേണ്ട. നമുക്ക് ഉടനെ തന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. നമുക്കിനി ഇതിനെ പരത്തിയെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ടൊരു പലകയിലോ കൗണ്ടർ ടോപ്പിലോ എവിടെയാണെന്ന് വെച്ചാൽ വെച്ചിട്ട് പരത്തിയെടുക്കണം. വേറെ എക്സ്ട്രാ പൊടിയൊന്നും ചേർക്കാതെ തന്നെ നമുക്കിതിനെ പരത്തിയെടുക്കാം. വളരെ ജെൻറ്റിലായി അധികം പ്രഷർ കൊടുക്കാതെ വേണം പരത്താൻ. എല്ലാ സൈഡും നല്ല ഈവൺ ആയിരിക്കണം. പിന്നെ കുറച്ച് കട്ടിയിലാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. ഒരു 1/2 ഇഞ്ച് കട്ടി അതിനുണ്ടാവണം. ഈ ഒരു അളവ് വെച്ചിട്ട് നമുക്കിത് ഏകദേശം ഈ ഒരു സൈസാണ് കിട്ടുക. ഏകദേശം ഒരു ചപ്പാത്തിയുടെ അങ്ങനത്തെ ഒരു വലുപ്പത്തിൽ. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കണം. ഒരു കത്തി വെച്ചിട്ടോ ഇതുപോലെ ഒരു പിസ്സ കട്ടർ വെച്ചിട്ടോ ഇതുപോലെ നീളൻ സ്ട്രിപ്സായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ അറ്റത്തെ കഷ്ണങ്ങൾ ഇവിടെ മാറ്റി വെക്കുകയാണ്. അതിനെ പിന്നീട് നമുക്കൊന്ന് ഷേപ്പാക്കി എടുക്കാം. ഈ ബാക്കി നടുക്കുള്ള കഷ്ണങ്ങളെയൊക്കെ 2ആയിട്ടോ 3ആയിട്ടോ ഒക്കെ നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. ഏകദേശം നമ്മുടെ ഒരു ചെറുവിരലിൻ്റെ നീളോ അല്ലെങ്കിൽ അതിലും ചെറുതാക്കിയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഷേപ്പാക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിനെ മുറിച്ചെടുത്ത് ഇതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് സ്മൂത്തൻ ചെയ്തു. അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാ കഷ്ണങ്ങളെയും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മുറിച്ച് ആ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സാണ് ഇതിനുണ്ടാവേണ്ടത്. ഇതിനേക്കാളും കൂടും വേണ്ട കുറയും വേണ്ട. കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അകമൊന്നും ശരിക്കും വേവില്ല. കുറഞ്ഞെന്നുണ്ടെങ്കിൽ പിന്നെ അത് പിന്നീട് ഭയങ്കര മധുരമൊക്കെ ആയിപ്പോകും. അപ്പോൾ ആ ഒരു അളവിലാണ് ഏകദേശം നിങ്ങൾ ആദ്യം തന്നെ പരത്തിയെടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ എല്ലാ പീസസും ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കൊണ്ടുപോയി എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഈ ചീൻചട്ടിയിൽ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ചൂടാക്കിയിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കരുത്. കാരണം ഇത് ഉടനെ തന്നെ പിന്നെ കരിഞ്ഞു പോവും. അപ്പോൾ അതിൻ്റെ അകമൊന്നും വേവില്ല. അപ്പോൾ ആ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് മീഡിയം ടു ലോ ഫ്ലെയിം ആക്കിയിട്ട് വേണം ഇതിനെ
മെല്ലെ മെല്ലെ എല്ലാ സൈഡും ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്യാൻ. എന്നാൽ മാത്രമേ അതിൻ്റെ അകം കുക്കാവുള്ളൂ. നമ്മൾ പെട്ടെന്ന് ഇതാക്കിയാൽ പുറം മാത്രം ബ്രൗൺ ആവും, ഉള്ളിൽ കുക്കാവില്ല. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മെല്ലെ സമയമെടുത്തിട്ട് അതിനെ ഒന്ന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണയിൽ നിന്ന് ഊറ്റിയെടുത്തതിന് ശേഷം നമ്മളിതിനെ പഞ്ചസാര പാനിയിലേക്ക് ഇടാൻ പോവുകയാണ്. പാനി അഥവാ ചൂടൊക്കെ തണിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനെ ഒന്നും കൂടി ചൂടാക്കിയിട്ട് റെഡിയാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവണം. അതിലേക്ക് നമുക്കിതിനെ ട്രാൻസ്ഫർ ചെയ്യാം. ഇത് അതിൽ ഇട്ടതിന് ശേഷം നമുക്ക് അതിനെ ഇതുപോലെ സ്പൂണ് കൊണ്ടൊക്കെ ഒന്ന് ഇളക്കി എല്ലാ സൈഡിലും അതിൻ്റെ പാനി കോട്ടായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. അതിനുശേഷം നമുക്കിതിൽ നിന്ന് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അത് ഒരുപാട് നേരം അതിൽ സോക്ക് ചെയ്ത് കിടക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം കിടന്നാൽ മതി. ഇനി നിങ്ങൾ അഥവാ ഒരു തിക്കായിട്ടുള്ള പാനിയാണ്, പഞ്ചസാര പാനിയാണ് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ ആ 2 മിനിറ്റിൻ്റെ തന്നെ ആവശ്യം വരില്ല. നമ്മൾ അതിലൊന്ന് ഇട്ട് ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് പെരക്കിയെടുക്കുമ്പോഴേക്കും അത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ അതിൽ മാറ്റിയതിന് ശേഷമാണ് ഞാൻ അടുത്ത ബാച്ച് എണ്ണയിലേക്ക് ഇടുന്നുള്ളൂ. കാരണം നമുക്കിതിനെ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനെ അവിടെ എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. തിരിച്ചും മറിച്ചും എപ്പോഴും ഇളക്കി കൊടുക്കണം. അപ്പം നമ്മൾ ഓരോ പ്രാവശ്യവും അത് വറുത്ത് പാനിയിലേക്ക് ഇട്ട് അതിൽ നിന്ന് മാറ്റിയതിന് ശേഷം മാത്രം അടുത്ത ബാച്ച് ഇടുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ചായക്കട സ്പെഷ്യൽ പാൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പേരെന്ന് തന്നെ അറിയാം. ഇതിൻ്റെ കൂടെയുള്ള ഏറ്റവും നല്ല കോമ്പിനേഷൻ ചായയുടെ കൂടെ കഴിക്കുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്. ബൈ.